ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അച്ചപ്പമാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു 1/2 കിലോ പച്ചരി ഞാൻ 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വാരിയെടുത്തതാണ് കേട്ടോ. ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ എടുത്തതാണ്. പിന്നെ ഒരു ചെറിയ തേങ്ങയുടെ പാല്, അത് 500 മില്ലി വെള്ളമൊഴിച്ച് അടിച്ചെടുത്തതാണ്. ഇത് 1/2 ലിറ്റർ പാലുണ്ട്. ഒരു മുട്ട, കുറച്ച് പഞ്ചസാര വേണം, പിന്നെ എള്ള്. നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ആദ്യം ഞാൻ അരി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ചായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടിട്ടേ, ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത്. പകുതി അരി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ഇതേ സ്പൂണിലൊരു 3 സ്പൂൺ പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അരിയുടെ താഴെ നിൽക്കത്തക്ക വിധത്തിൽ മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാം. അല്ലെങ്കിൽ അരഞ്ഞിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നിറച്ചെടുത്തിട്ട് വരട്ടെ. അങ്ങനെ നമ്മളുടെ അച്ചപ്പത്തിൻ്റെ മാവ് റെഡിയായി കഴിഞ്ഞ് ഇതുപോലെ നല്ല ഒട്ടും തരിയില്ലാതെ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് 250 മില്ലി പാല് ആവശ്യം വന്നോളൂ കേട്ടോ. പിന്നെ ആ പഞ്ചസാര 3 ടീസ്പൂൺ തന്നെ മതിയായി. ആവശ്യത്തിന് മധുരമുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എള്ളി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ വെള്ളം ഒട്ടും കൂടിപ്പോവരുത്. അതുകൊണ്ടാണ് പാലിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടോ. നമുക്കിതൊരു 20 മിനിറ്റോളം മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ചപ്പം റെഡിയാക്കി എടുക്കാം. അല്ല, നമ്മളുടെ അച്ചപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് അപ്പം നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ അച്ചപ്പത്തിന് ഉണ്ടാക്കാനെടുത്തേക്കുന്ന അച്ഛൻ നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ് കേട്ടോ. ഇത് അപ്പം നമുക്ക് പുളിവെള്ളത്തിലൊന്നും ഇട്ട് വെക്കണ്ട. നന്നായി ഒന്ന് ചൂടാക്കിയെടുത്ത് ഇതിൽ മുക്കി നമുക്ക് വേഗം തന്നെ പെട്ടെന്ന് തന്നെ വിട്ടിട്ട് ഇതിലുണ്ടാക്കുന്ന ഗുണം അതാണ്. പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് അച്ചിന്ന് ഇത് വിട്ടു പോകുന്ന പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അച്ചപ്പം ഉണ്ടാക്കാൻ ഞാൻ ആദ്യം നമുക്ക് ഈ അച്ചൊന്ന് എണ്ണയിലൊന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായത് അച്ഛൻ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മാവിലേക്കും ഇത് മുക്കി കൊടുക്കാം. മുക്കുമ്പോൾ അച്ഛൻ്റെ മോൾ ഭാഗം മൂടിപ്പോവാതെ ഒരു 3/4 ഭാഗത്തോളം മുക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്കിത് എണ്ണയിലേക്ക് എടുത്തിടാം. ഇത് ചെയ്തിട്ട് ഇന്ന് പെട്ടെന്ന് തന്നെ വിട്ടു. അടുത്ത് വരുന്നതിന് മുമ്പും അച്ചൊന്ന് പതുക്കെ ചൂടാക്കിയെടുക്കാം. തീ കുറച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പം ചൂടായി നമുക്ക് രണ്ടാമത്തതും ഇതുപോലെ മുക്കി കൊടുക്കാം. അച്ച് മുങ്ങിപ്പോവാതെ ഇടണം. ആദ്യത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഇത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആദ്യത്തത് നമുക്ക് രണ്ടാമത്തത് അതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് അച്ചൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് എങ്കിലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് മാറും. ഈ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിൽ അങ്ങനെ ടേസ്റ്റ് മാറില്ല.
അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടായി മുക്കിയെടുക്കാം. മുങ്ങിപ്പോകരുത്. എൻ്റെ മോൾ ഭാഗം മാവാവാത്ത വിധത്തിൽ മുക്കിയെടുക്കണം. നമുക്കൊന്ന് വന്നിട്ട് മുക്കിക്കൊടുക്കാം. പതുക്കെ ഇങ്ങനെ അനക്കി കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് വീണോളും. ഒന്നും കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. മുങ്ങിപ്പോവാതെ കൂടുതലായിട്ടുള്ള മാവ് ഇങ്ങനെ അനക്കുമ്പോൾ പൊക്കോളും. എണ്ണയിലേക്ക് ഇട്ടോളും. ൂറ്റിയിട്ടുണ്ട്. ആദ്യമിട്ട് നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. ഒന്ന് മരിഞ്ഞതിന് ശേഷം മാത്രമേ മറിച്ച് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഇതിൻ്റെ ഷേപ്പ് മാറ്റും. ഇനി ചൂട് പോരാന്ന് തോന്നണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ അടുത്ത ട്രിപ്പും അച്ചപ്പം റെഡി ആയി കഴിഞ്ഞ് ഞാനത് എടുക്കുകയാണ്. തീ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അതുപോലെ ഒന്ന് കൂട്ടിക്കൊടുത്ത് ചൂട് കുറവെന്ന് തോന്നിയിട്ട്. ഒറ്റടിക്ക് കൂടുതൽ തീയിട്ടാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറയ്ക്കാനായിട്ട് പറഞ്ഞത്. ഇതുപോലെ നമുക്കിന്നെല്ലാനും റെഡിയാക്കിയെടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ അച്ചപ്പം റെഡിയായി കഴിഞ്ഞു. ഇനിയൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് അച്ചപ്പത്തിന് നല്ല കളർ കിട്ടുന്നത് പോലെ യെല്ലോ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ അരി അരയ്ക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഇതേപോലത്തെ യെല്ലോ കളറായിട്ട് കിട്ടിക്കോളും. പിന്നെന്താ, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.